ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കും പെഡിക്യൂർ ചെയ്യണം പെഡിക്യൂർ എന്ന്. കാല് നല്ല പെയിനായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ കാല് മൊത്തം അഴുക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഷോപ്പിലോട്ട് ചെന്നു, പെഡിക്യൂറിന് ഇരുന്നു കേട്ടോ. പെഡിക്യൂർ ഇരുന്നപ്പോൾ തന്നെ മസാജ് ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ട് മസാജ് ചെയ്യും. അതിരുന്നപ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു കേട്ടോ. ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. നമ്മൾ ഈ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് നമ്മൾക്ക് കാലിൽ മസാജാണ് കേട്ടോ. അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നല്ല നല്ല നമ്മൾ മൈൻഡൊക്കെ റീഫ്രഷ് ആവും. അതുപോലെ തന്നെ കാലിലെ പെയിനും കുറയും, എല്ലാം അടിപൊളിയാവും. സ്ക്രബ് ഇട്ട് കുറേ നേരം മസാജ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹെഡ്സെറ്റ്സ് എല്ലാം റിമൂവ് ആയിപ്പോയി, ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞു. കാലിപ്പോൾ കാണാൻ നല്ല നല്ല റിലാക്സേഷനും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും മന്ത്ലി ഒരു വട്ടമെങ്കിലും പെഡിക്യൂർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഒരു മാസം ഒരു വട്ടം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ സ്ട്രെസ്സ് നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ നമ്മുടെ കാലെപ്പോഴും നല്ല നീറ്റായിരിക്കും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നല്ല മസാജായിരുന്നു കേട്ടോ. മസാജ് നല്ല ടൈറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാലിലൊക്കെ വേദന നല്ലതായിട്ട് റിലീഫ് ആവുന്നുണ്ട് കേട്ടോ. നമ്മളെ സോഫ്റ്റ് മസാജ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ടൈറ്റായിട്ട് മസാജ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ പെയിൻ കുറയുന്നത്. അതുപോലെ തന്നെ ആ കൊച്ച് നല്ല ടൈറ്റായിട്ടാണ് മസാജ് ചെയ്തത്. മസാജ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.